സല്ലാപലോലരായി ഒന്നു ചേർന്നു നമ്മൾ ഈ തിരുവോണ നാൾ ആഘോഷിക്കേ. മംഗളാശംസകൾ നേർന്നിടാം, നമ്മൾ തൻ നാടിൻ്റെ പാട്ടൊന്നു പാടിയാടാം. കേരവും താരിളം തെന്നലിലാവണി പാട്ടൊന്നു പാടുന്ന നെൽവയലും കൈതപ്പു പൂത്തിടും പച്ചത്തുരുത്തിനരികെ ഒഴുകും ആ തോടുകളും കുന്നും പുഴകളും മുത്തണി പൊൻകുട ചാർത്തിടും പൂവനമാലകളും മന്ദസമീരൻ തൊട്ടു തലോടും ആ കായലും കായലിനോളങ്ങളും ഓളത്തിലോണക്കളി വഞ്ചിപ്പാട്ടുമായാലോലമാടും കളിയോടങ്ങൾ തിത്തയ്യം തിത്തയ്യം ആരവമോടെയും മേളിച്ചിടുന്നുണ്ടൊരുമയോടെ വന്നണഞ്ഞിടും മഹോത്സവം എത്രയും പിന്നെ മതസ്ഥർദ്ധൻ ജീവഗന്ധി ഓണവും റംസാനും ക്രിസ്തുമസാകിലും മോടിയോടെ മനമൊന്നുപോലെ വമ്പഴും പൂരവും പൂക്കുട മാറ്റവും തിങ്ങി വിങ്ങുന്ന പുരുഷാരവും ഉത്സവാഘോഷം പൊടിപൂരമാകും മലനാടിൻ ഗ്രാമശ്രീ എത്ര ധന്യം. ചക്രം ചവിട്ടി പദം വരുത്തിച്ചൊര പുഞ്ചപ്പാടത്തെയ ഞാറ്റുപാട്ടും കപ്പയും കൈകനി തോട്ടവും നാടിനൊരൈശ്വര്യം ചാർത്തുന്ന ചാരുതയും നാടൻ പാട്ടിനൊരായിരം ചീലുകളൻ മനതാരിൽ നിറഞ്ഞിടുമ്പോൾ തണ്ടും കലപ്പയും തോളിലെന്താനെൻ്റെ മെയ്യും മനവും കൊതിച്ചിടുന്നു. കണ്ടങ്ങനെ നിർവൃതി കൊള്ളാനും മണ്ണിൻ്റെ ഗന്ധം നുകർന്നിടാനും ധന്യമായിടുമോ ജീവിതം ബന്ധുരമാണി മറുനാട്ടിലൊന്നുമെന്നും. ധന്യമായിടുമോ ജീവിതം ബന്ധുരമാണി മറുനാട്ടിൽ എന്നുമെന്നും. പ്രിയപ്പെട്ടവരെ, ഈ കവിതയുടെ ആമുഖമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ വിശദീകരണം പറയുകയുണ്ടായി. ന്യൂ ബോംബെയിലെ കേരളീയ സമാജത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് ആലപിച്ച കവിതയാണ് മറുനാടൻ മലയാളിയുടെ മൗനനമ്പരം. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ അടുത്തതായി പ്രക്ഷേപണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കാൻ കഴിയില്ല എങ്കിലും ഞാൻ ചെയ്ത ഒരു ഖണ്ഡകാവ്യത്തെ ആധാരമാക്കിയുള്ള കവിതയാണ് ഇത്. ലോകപ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ, മുഖവരിയില്ലാതെ പറയാൻ കഴിയുന്ന EMS എന്ന താത്വികാചാര്യൻ്റെ, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ്റെ ജീവിതകഥയെ ആധാരമാക്കി ഞാൻ എഴുതിയ കവിതയാണ്. അത് ഞാൻ ഖണ്ഡകാവ്യമായിട്ട് പുസ്തകവുമായിട്ട് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ആ ഖണ്ഡകാവ്യമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.